പീരുമേട് ലാഡ്രം എസ്റ്റേറ്റ് ലക്ഷ്മികോവിൽ ഡിവിഷൻ തെപ്പക്കുളം ഭാഗത്ത് സർക്കാർ മിച്ചഭൂമിയിൽ താമസിക്കുന്ന പട്ടികജാതി കുടുംബങ്ങളുടെ വീടും കൃഷിസ്ഥലങ്ങളും നശിപ്പിക്കുകയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും ചെയ്ത സംഭവത്തിൽ പ്രതികൾക്കെതിരെ ഇതുവരെ കേസെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ IDF ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പീരുമേട് DYSP ഓഫീസിലേക്ക് മാർച്ചും ധരണയും സംഘടിപ്പിച്ചു. മാർച്ച് ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ സംസ്ഥാന മോഡറേറ്റർ കല്ലറ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. DYSP ഓഫീസിന് മുമ്പിൽ നടന്ന ധരണ ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ പ്രസിഡന്റ് P. ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 26-ാം തീയതി അവിടെ വന്നിരുന്നു. ഈ സംഭവം ഉണ്ടായി. കേരളത്തിലെ മുഖ്യമായ പത്രങ്ങളൊക്കെ എഴുതിയെങ്കിലും ഇവിടെ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന ജ്വാലയുടെ നേതൃത്വത്തിലുള്ള ഒരു ചാനലാണ് ഈ വിഷയം കേരള ജനങ്ങളിൽ എത്തിക്കുന്നത്. അപ്പൊ ഇവരെ അറിഞ്ഞ ഉടൻ തന്നെ അവിടെ എത്തുകയായി. കാരണം അവര് പറയുന്നത് ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, 1964 അവർക്ക് റേഷൻ കാർഡായി, 84 റേഷൻ കാർഡായി. ഈ 64 മുതൽ ഈ തോട്ടം തൊഴിലാളികൾ റേഷൻ കാർഡ് കൊടുക്കണമെങ്കിൽ ആര് കൊടുക്കും? ഇതൊരു വ്യാജമായിട്ട് ഉണ്ടാക്കിയതൊന്നുമല്ലല്ലോ. ഇത് പോലീസ് മനസ്സിലാക്കണം. അവര് പോലീസ് എന്നോട് സംസാരിച്ചത് അവർക്കെതിരെ സ്റ്റേ ഉണ്ട് പോലും. മാർച്ച് 31-ാം തീയതി സ്റ്റേ തീർന്നു. ഇവർ കൊടുത്ത സ്റ്റേ ഏപ്രിൽ 20-ാം തീയതി തീർന്നു. എന്തധികാരമാണ് ഇത്? ഈ റേഷൻ കാർഡുള്ളവർക്ക് എങ്ങനെയാണ് റേഷൻ കാർഡ് കിട്ടിയത്? അവർക്ക് വീടുണ്ട്. പ്രതിഷേധ മാർച്ചിലും ധരണയിലും ഇന്ത്യൻ ദളിത് ഫെഡറേഷൻ പ്രവർത്തകരായ ഷാജി പാണ്ടിമാക്കൽ, മത്തായി വാഗമൺ, പൊടിയൻ ആനിക്കൽ, വിജയൻ ചുട്ടിപ്പാറ, PA ദാമോദരൻ, ഓമന തങ്കച്ചൻ, MS തങ്കപ്പൻ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പീരുമേട്.